ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഗെയിനോട് കൂടിയുള്ള സെഷനായിരുന്നു നമ്മൾ കണ്ടത്. ഏകദേശം 152 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഇന്ന് നിഫ്റ്റി റിപ്പോർട്ട് ചെയ്തത്. 10,244 മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. സെൻസെക്സിലും ഏകദേശം 523 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് റിപ്പോർട്ടായിരിക്കുന്നത്. നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് രണ്ടാമത്തെ ദിവസം പ്രിൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുന്ന ആ ഒരു 10,330 ആ ഒരു റേഞ്ചിനെ നമ്മൾ അതാണിപ്പോൾ റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുന്നത് അടുത്ത്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു മാർക്കറ്റിലൊരു റാലി പ്രതീക്ഷിക്കാം. ഇതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ RSI ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ വീണ്ടും അതൊരു ഓവർബോട്ട് റീജിയനിലേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 64.54 ഇപ്പോൾ RSI ഇൻഡിക്കേറ്ററിലെ വാല്യൂ നിൽക്കുന്നത്. അപ്പോൾ ഒരു 200-300 പോയിൻറ്റ്സും കൂടെ പോകുമ്പോഴത്തേക്ക് മിക്കവാറും ഒരു ഓവർബോട്ട് റീജിയനിലേക്ക് റീച്ച് ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമുക്ക് മാർക്കറ്റിൽ വീണ്ടും ഒരു കറക്ഷനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒന്ന് മാർക്കറ്റിനെയും ഇൻഡിക്കേറ്റർ വൈസ് ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇത് നമ്മൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ US മാർക്കറ്റിൽ ഇന്നലെ ഒരു മിക്സഡ് ട്രെൻഡായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. നാസ്ഡാക്ക് ഒരു 32 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവായിരുന്നു നിന്നത്, ബാക്കിയെല്ലാം ഒരു നെഗറ്റീവിലേക്കായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ മാർക്കറ്റിലേക്ക് US ഫീച്ചേഴ്സ് ഒരു പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ആയത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാം തന്നെ 1% മുകളിൽ പോസിറ്റീവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കിയാൽ SGX നിഫ്റ്റി ഇപ്പോൾ ഒരു ബോർഡർ റേഞ്ചിൽ നിൽക്കുന്നു, ഒരു നെഗറ്റീവ് സൈഡിലേക്ക്. ഏഷ്യൻ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസിലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും ചെറിയൊരു വർധന ഉണ്ടായിട്ടുണ്ടെന്ന്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെയും ഇന്നും ഒരു നെറ്റ് പർച്ചേസാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഒരു 366 കോടിയുടെയും ഇന്ന് 1237 കോടിയുടെ ഒരു നെറ്റ് പർച്ചേസ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ഇന്നൊരു നെറ്റ് സെയിലാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ക്യാഷ് മാർക്കറ്റിൽ. രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ചെറിയൊരു ഇടിവ് ഉണ്ടായിട്ടുണ്ട്. ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലോസാണ് ഉണ്ടായിരിക്കുന്നത്. 76.19 ഇന്ന് രൂപയുടെ മൂല്യം എൻഡ് ആയത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ഒരാഴ്ചത്തെ മാർക്കറ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ആകപ്പാടെ FMCG സെക്ടർ മാത്രമായിരുന്നു ഒരു ചെറുതായിട്ട് ഡൗൺ ആയത് 1.5%. ബാക്കി എല്ലാ സെക്ടറും തന്നെ അത്യാവശ്യം നല്ലൊരു ഗെയിനോട് കൂടിയാണ് ഈ ഒരു മാർക്കറ്റ് മൊത്തത്തിൽ നിന്നത്. ഇനി അടുത്തതായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ കണ്ടു അവർക്ക് 11ാമത്തെ ഇൻവെസ്റ്റർ വീണ്ടും വന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് വന്ന ഡാറ്റ പ്രകാരം നോക്കുമ്പോൾ ഇവർ 11 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് ഇത്തരം ഈ ഒരു 11 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയായി മാറുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു 11 ഇൻവെസ്റ്റേഴ്സിനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം $23 ബില്യൺ ജിയോ പ്ലാറ്റ്ഫോമിലേക്കും അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂ വഴിയായിട്ട് ഇവർക്ക് കിട്ടിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ട ന്യൂസായിരുന്നു ഈ വരുന്ന മാർച്ച് 2020 റിലയൻസ് ഇൻഡസ്ട്രീസിന് ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാക്കി മാറ്റണം എന്ന് അംബാനി കൊടുത്ത ഒരു ടാർഗറ്റ്. അപ്പോൾ അത് ഇതിനുള്ളിൽ തന്നെ അച്ചീവായി എന്ന രീതിയിലാണ് അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ പിന്നീട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ട വേറൊരു ന്യൂസായിരുന്നു ജിയോയുടെ IPO ലിസ്റ്റ് ആകാനുള്ളൊരു പ്ലാന്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു പദ്ധതി അവർ അദ്ദേഹം ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തൊരു 3-4 വർഷത്തിനുള്ളിൽ ഈ ഒരു ജിയോ IPO ലിസ്റ്റാകും എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ളൊരു ന്യൂസുകളൊന്നും തന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ടത് നോക്കിക്കഴിയുമ്പോൾ HSBC ഇന്ത്യയുടെ ഈ ഒരു വർഷത്തെ GDP ഔട്ട്ലുക്കിൽ 7.2% ഒരു കോൺട്രാക്ഷൻ ഉണ്ടാകും എന്ന രീതിയിലാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെയും അതുപോലെ തന്നെ കൊറോണയുടെ ഇമ്പാക്റ്റ് മൂലമാണ് ഈ ഒരു 7.2% ഒരു കോൺട്രാക്ഷൻ എന്ന രീതിയിലാണ് ഇവർ അപ്ഡേറ്റ് ചെയ്തത്. പിന്നെ ട്രാക്ടർ സെയിലിൽ ഈ ഒരു മെയ് മന്തിലേക്ക് വരുമ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഒരു റിലാക്സേഷനൊക്കെ വന്ന മാസമായിരുന്നു. അപ്പോൾ അതിൽ ഈ ഒരു എക്കോണമിക് ആക്ടിവിറ്റിയൊക്കെ റെസ്യൂം ചെയ്തതുകൊണ്ട് ട്രാക്ടർ സെയിലിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി എന്ന രീതിയിലാണ് മഹീന്ദ്ര എന്നൊക്കെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലിൽ നോക്കുമ്പോൾ 4,716 യൂണിറ്റ്സ് ആയിരുന്നു ട്രാക്ടർ സെയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മെയിലേക്ക് എത്തിയപ്പോഴത്തേക്കും 24,017 യൂണിറ്റിൻ്റെ ഒരു സെയിൽ ഉണ്ടായി എന്ന രീതിയിലാണ് മഹീന്ദ്ര അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഒരു സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. പിന്നെ രാകേഷ് ജിഞ്ചുവാലൻ്റെ ഒരു പോർട്ട്ഫോളിയോനെ കുറിച്ചൊരു അപ്ഡേറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസംബർ 31 തൊട്ട് ജൂൺ 16 വരെ അതുവരെയുള്ളൊരു ഡേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലെ 10-ൽ 7 സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിലേക്കാണ് നിൽക്കുന്നത്, ലോസിലാണ് നിൽക്കുന്നതെന്നാണ് ഒരു അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളിൽ ഗെയിൻ കൊടുത്ത സ്റ്റോക്കുകളിൽ പലതും 110% റാലിയാണ് കൊടുത്തതെന്നും ഇത് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ നല്ലതായിട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ബിൽകെയർ, TV8 ബ്രോഡ്കാസ്റ്റ്, റാലിസ് ഇന്ത്യ, എസ്കോട്ട്, ജുബിലിയൻ ലൈഫ് സയൻസ്, ലൂപ്പിൻ ഇങ്ങനെയുള്ള കുറേ കമ്പനികളാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രോഫിറ്റിൽ ഈ ഒരു കാലയളവിൽ നിന്ന സ്റ്റോക്കുകൾ. അതുപോലെ തന്നെ ടോപ്പ് ലോസേഴ്സായിട്ട് നിന്ന പോർട്ട്ഫോളിയോയിൽ ടോപ്പ് ലോസേഴ്സായിട്ട് നിന്ന സ്റ്റോക്കുകൾ നോക്കുമ്പോൾ എഡിൽവിസ് ഫിനാൻസ് സർവീസ്, കരൂർ വൈസ്യ ബാങ്ക്, ഡെൽറ്റ കോർപ്പ്,
NCC, ഫെഡറൽ ബാങ്ക്, VIP ഇങ്ങനെയുള്ള കമ്പനികളാണ് ഒരു ടോപ്പ് ലോസേഴ്സ് ആയിട്ട് നിന്നത്. ഇതേ തുടർന്ന് നോക്കുമ്പോൾ ടൈറ്റാൻ അങ്ങനത്തെ കുറച്ച് കമ്പനികൾ കൂടെ ഉണ്ട്. അദ്ദേഹം ടൈറ്റാൻ്റെ സ്റ്റോക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ നിന്നും മാറ്റി എന്നുള്ള രീതിയിൽ ന്യൂസുകൾ ഒരു സെൽ നടത്തി എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ ഇതിനു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റ് ഇപ്പോൾ എത്രമാത്രം എത്ര നല്ല ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ഈ ഒരു കൊറോണ മൂലം നല്ല രീതിയിലുള്ളൊരു ലോസ് വന്നിട്ടുണ്ടെന്നാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോനെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള നല്ല സ്റ്റോക്കുകളെ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളിൽ ഏതെങ്കിലും നല്ല ലോസ് കൊടുത്ത സ്റ്റോക്കുകളെ ഒന്ന് മാറ്റി നിർത്താനുള്ളൊരു സമയമായിട്ട് നമുക്ക് ഈ ഒരു സമയം ഉപയോഗിക്കാം. നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു ഒപ്റ്റിമൈസേഷൻ നമുക്ക് ഈ ഒരു സമയത്ത് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ എത്ര നല്ല ഇൻവെസ്റ്റർ ആണെങ്കിലും ഈ ഒരു ലോസ് ഏത് സമയത്തും വരാനുള്ള സാധ്യതകളുണ്ടെന്നും നമുക്കിതൊന്ന് മനസ്സിലാക്കാം. അടുത്തതായിട്ട് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൂഡീസ് അവരുടെ ഒരു ലോങ് ടേം റേറ്റിങ്ങിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഔട്ട്ലുക്കിനെ അവർ നെഗറ്റീവിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അണ്ടർ റിവ്യൂ എന്നുള്ളതിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇപ്പോൾ ഔട്ട്ലുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രെഡിറ്റ് പ്രൊഫൈലിലുണ്ടായ ഒരു ഡിറ്റീരിയേഷനൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഈ ഒരു സാഹചര്യം വന്നതുകൊണ്ട് തന്നെ പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു ഡൗൺഗ്രേഡ് കാരണം ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ടാറ്റ മോട്ടോഴ്സ് കാഴ്ചവെച്ചത്. പിന്നെ അടുത്തതായിട്ട് സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ് നമ്മൾ ഇതിന് 2-3 ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അവർക്ക് വീണ്ടും US നിന്നൊരു 2700 ട്രക്ക് വീൽസിൻ്റെ ഒരു ഓർഡർ കിട്ടി എന്നുള്ള രീതിയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ആ ഒരു ഓർഡറിൻ്റെ വർത്ത് നോക്കിയാൽ $110,000 ഒരു ഓർഡറാണ് എന്ന രീതിയിലാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല അവരുടെ റെഗുലർ കസ്റ്റമേഴ്സിൽ നിന്ന് ഇനിയും ഇതിലും വലിയ ഓർഡറുകൾ പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിലും ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുക. പിന്നെ അടുത്തായിട്ട് ടാറ്റ പവറിൽ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സബ്സിഡറി ആയ ടാറ്റ പവർ റിന്യൂവബിൾ എനർജി അവർക്ക് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഒരു 100 മെഗാവാട്ടിൻ്റെ ഒരു സോളാർ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഈ 18 മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റ്. അപ്പം ഈ ഒരു ടാറ്റ പവറിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അടുത്തായിട്ട് ഇന്ത്യൻ ഹ്യൂം പൈപ്പ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ഓർഡർ വിൻ ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 234 കോടിയുടെ ഒരു പ്രോജക്റ്റ് അവർ വിൻ ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു വാട്ടർ സപ്ലൈ സ്കീം, ഝാൻസിയിലുള്ള ഒരു വില്ലേജിലുള്ള വാട്ടർ സപ്ലൈ സ്കീമിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു കമ്മീഷനിങ്ങും അതുപോലെ തന്നെ 10 വർഷത്തെ ഒരു മെയിൻ്റെനൻസും ഈ ഒരു പ്രൊജക്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു കമ്മീഷനിങ് 24 മാസത്തിനുള്ളിൽ നടത്തണം എന്നുള്ള രീതിയിലാണ് അപ്ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിക്ക് ഇതും ഒരു നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. ഇനി ഏർണിംഗ്സ് റിലീസ് കൊടുത്ത കമ്പനികൾ നോക്കുമ്പോൾ ബജാജ് കൺസ്യൂമർ കെയറിൽ ഏകദേശം 28.6% ഡിക്ലൈനാണ് അവർ റവന്യൂവിൽ റിപ്പോർട്ട് ചെയ്തത് Q4. അത് പ്രധാനമായിട്ടും കൊറോണയുടെയും അതുപോലെ തന്നെ ലോക്ക്ഡൗണിൻ്റെ ഒരു ഇമ്പാക്റ്റ് മൂലമാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 59.6% ഡിക്ലൈനും എബിഡയിൽ 69.6% ഡിക്ലൈനുമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഡിവിഡൻ്റായിട്ട് അവർ ഏകദേശം ₹2 പെർ ഷെയറിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക്. അടുത്തായിട്ട് IRB ഇൻഫ്രയെ സംബന്ധിച്ചിടത്തോളം അവരും 25.8% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ ഈ Q4 റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ അവരുടെ BOT പ്രൊജക്ട് സെഗ്മെൻറ്റിൽ നിന്നുള്ള റവന്യൂ 34% ഫോളും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെഗ്മെൻറ്റിൽ 13% ഫോളും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി രാംകോ സിമെൻസിലെ ഏണിങ്സ് നോക്കുമ്പോൾ റവന്യൂവിൽ 9.1% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 12.8% ഡിക്ലൈനും എബിഡയിൽ 13.1% ഡിക്ലൈനും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. MOILനെ സംബന്ധിച്ചിടത്തോളം അവർ 43% ഡിക്ലൈനാണ് ഈ ഒരു Q4 അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റവന്യൂവിൽ. നെറ്റ് പ്രോഫിറ്റിൽ 90.3% ഡിക്ലൈൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എബിഡയിലും 96% ഡിക്ലൈനാണ് റിപ്പോർട്ട് ചെയ്തത്. അവർ ഡിവിഡൻ്റായിട്ട് ഏകദേശം ₹3 പെർ ഷെയർ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് കാഡില ഹെൽത്ത് കെയറിൽ റവന്യൂവിൽ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ഗ്രോത്താണ്. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 14% ഡിക്ലൈനും എബിഡയിൽ 2.4% ഡിക്ലൈനുമാണ് റിപ്പോർട്ടായിരിക്കുന്നത്. ഇനി സിറ്റി യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു കഴിഞ്ഞ Q4 95.3 കോടി ഒരു നെറ്റ് ലോസ് ആയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 175 കോടിയായിരുന്നു അവർ നെറ്റ് പ്രോഫിറ്റായിട്ട് ഡിക്ലെയർ ചെയ്തത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും അതുപോലെ തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഗ്രോത്താണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം അവരുടെ ഗ്രോസ് NPAയും നെറ്റ് NPAയിലും രണ്ടിലും ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ബാങ്കിനെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. ഇനി ബജാജ് ഇലക്ട്രിക്സിലേക്ക് വരുമ്പോൾ അവർ
ഈ Q4 81 ലക്ഷത്തിൻ്റെ ഒരു നെറ്റ് ലോസാണ് റിപ്പോർട്ടായിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നോക്കുമ്പോൾ 23 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഗ്ലെൻമാർക്ക് ഫാർമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് USFDAയിൽ നിന്ന് ഒരു ക്യാപ്സ്യൂളിൻ്റെ സെയിലിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി ICICI ബാങ്ക് ICICI ലോംബാർഡ് ഇൻഷുറൻസിലുള്ള 3.96% സ്റ്റേക്ക് അത് ഏകദേശം 2250 കോടി വർത്ത് ചെയ്യുന്നതാണ്. അത് അവർ സെല്ല് ചെയ്തു എന്നുള്ള രീതിയിലൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഗ്ലോബൽ ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ ബീജിങ്ങിൽ വീണ്ടും ആ ഒരു കൊറോണയുടെ ഔട്ട് ബ്രേക്ക് വന്നതുകൊണ്ട് അവർ കുറേയധികം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജപ്പാനിൽ വീണ്ടും ട്രാവൽ റെസ്ട്രിക്ഷൻസൊക്കെ വീണ്ടും നീക്കുന്ന എന്ന രീതിയിൽ ഒരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വിയറ്റ്നാമുമായിട്ട് അവർ വർക്ക് ചെയ്യുന്നു ഈ ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻസൊക്കെ ഈസി ചെയ്യുന്നതിന് എന്നുള്ള രീതിയിലൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മെക്സിക്കോയിൽ വീണ്ടും പുതിയ കേസുകൾ റിപ്പോർട്ടായിരിക്കുന്നു. റെക്കോർഡ് നമ്പർ ഓഫ് കേസസ് ആണ് റിപ്പോർട്ടായിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇന്നും റെക്കോർഡ് കേസുകളാണ് ഇന്ന് റിപ്പോർട്ടായിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾക്ക് വരും ദിവസങ്ങളിലെ മാർക്കറ്റും അതുപോലെ തന്നെ വരും ദിവസങ്ങളിലെ ന്യൂസുകളും ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റുകൾ ഇനിയും മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊന്ന് ട്രാക്ക് ചെയ്യുക. അതേ തുടർന്നുള്ള ഒരു ഡിസിഷൻസൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കുന്നത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ചൊന്ന് അഗ്രസീവ് ആയിരിക്കും ഈ ഒരു സമയത്തും. കാരണം മാർക്കറ്റ് വീണ്ടും പുതിയ ഹൈകളിലേക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് അഗ്രസീവായിട്ട് ഇരുന്നോളുക. നമ്മുടെ ഇന്ത്യ ചൈന ബോർഡർ ടെൻഷൻസും അതുപോലെ തന്നെ US നിന്നുള്ള ന്യൂസ് അപ്ഡേറ്റുകളൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഏതൊരു സമയത്തും ക്വിക്കായിട്ടുള്ള ഡിസിഷൻസാണ് ഈ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നത്, ട്രേഡർ ആയിരുന്നാലും ഇൻവെസ്റ്റർ ആയിരുന്നാലും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.